നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. സ്നേഹമെന്നാൽ സംരക്ഷണമാകണം, പക്ഷേ അത് സ്വാതന്ത്ര്യം കവർന്നെടുക്കലാകരുത്. പരിപാലനം വളർച്ചയ്ക്ക് കരുത്താകണം, വളരുന്നവന്റെ സ്വഭാവം മാറ്റിമറിക്കുന്ന ചെങ്ങലയാകരുത്. ശുഭദിനത്തിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. അയാൾ പൊന്നുപോലെയായിരുന്നു ആ പ്രാപ്പിടയനെ സംരക്ഷിച്ചിരുന്നത്. ഒരു ദിവസം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പക്ഷിയെ കാണാനില്ല. പറന്നുപോയ പ്രാപ്പിടിയൻ ഒടുവിൽ ഒരു വയോധികയുടെ വീട്ടിലെത്തി. അവർ അതിനെ അവിടെ കെട്ടിയിട്ടു. പക്ഷിയുടെ ചിറകുകൾ ചീകി ഒതുക്കുന്നതിനിടെ ചില തൂവലുകൾക്ക് നീളവ്യത്യാസമുണ്ടെന്ന് അവർ ശ്രദ്ധിച്ചു. ഭംഗിക്കായി ആ തൂവലുകൾ വെട്ടിയൊതുക്കി. തുടർന്ന് വളർന്നു നിന്ന നഖങ്ങളും മുറിച്ച് വെടിപ്പാക്കി. വയോധിക നൽകിയ ഭക്ഷണവും പക്ഷിക്ക് ഇഷ്ടമായില്ല. എങ്കിലും അത് അവിടെ തന്നെ കഴിഞ്ഞു. കുറച്ചു നാളുകൾക്ക് ശേഷം വയോധിക അതിനെ അഴിച്ചുവിട്ടു. സ്വാതന്ത്ര്യം ലഭിച്ച സന്തോഷത്തിൽ പക്ഷി പറന്നുയരാൻ ശ്രമിച്ചു. എന്നാൽ ചിറകുകളുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടതിനാൽ അതിന് ഉയരാൻ കഴിഞ്ഞില്ല. തലയിടിച്ചത് നിലത്തു വീണു. ജീവിതത്തിൽ ഒരാളെ വളർത്തുക എന്നത് അവനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തുക എന്നതല്ല. അവന്റെ കഴിവുകളും സ്വഭാവവും സ്വപ്നങ്ങളും സംരക്ഷിച്ചുകൊണ്ട് വളരാൻ അവസരം നൽകുക എന്നതാണ് യഥാർത്ഥ പരിപാലനം. ജന്മം നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് ശരിയായ രീതിയിൽ വളർത്തുന്നത്. എന്നാൽ അതിന് 2 വഴികളുണ്ട്. വളർത്തുന്നവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരാളെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ വളരുന്നവന്റെ സ്വത്വം സംരക്ഷിച്ചുകൊണ്ട് അവനെ വളരാൻ അനുവദിക്കുക. രണ്ടാമത്തെ വഴിയിലാണ് യഥാർത്ഥ വളർച്ച സംഭവിക്കുന്നത്. പരിപാലനം അനിവാര്യമാണ്, പക്ഷേ സ്നേഹത്തിന്റെ പേരിൽ ഒരാളുടെ ചിറകുകൾ മുറിക്കാതിരിക്കാനും അവന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാതിരിക്കാനും നാം ശ്രദ്ധിക്കണം. കാരണം പറക്കാൻ പഠിപ്പിക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. വളർത്തലിന്റെ ലക്ഷ്യം നിയന്ത്രണമല്ല, കരുത്താണ്. സ്വാതന്ത്ര്യത്തോടെ ഉയരാൻ കഴിയുന്നവരെയാണ് യഥാർത്ഥത്തിൽ നാം വളർത്തിയത് എന്ന് പറയാൻ കഴിയുക. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ.